വേളാങ്കണ്ണി പോലും. തീർത്ഥയാത്ര തീർത്ഥാടനത്തിന് പോവാണ് ഞങ്ങൾ. ഇപ്പം എന്താണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാൻ പോയി. ഇവിടെ 550 ആണ്. ഞങ്ങൾ യൂണിവേഴ്സൽ ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് പോകുന്നത്. യൂണിവേഴ്സൽ ട്രാവൽ 550 ഇവിടെ 12 hours ജേണിയാണ്. നാളെ മോർണിംഗ് 6 o'clock വേളാങ്കണ്ണി എത്തും. നമ്മൾ ഫുൾ കാണിച്ചു തരാം. നമ്മുടെ വേളാങ്കണ്ണി ചേർച്ച്, നമ്മുടെ സ്റ്റേ, അവിടുത്തെ ബീച്ച് പരിസര പ്രദേശങ്ങൾ എല്ലാം കാണിക്കാം. ഫുൾ ഞങ്ങൾ ഈ നമ്മുടെ ഇനി ഒരു 24 hours നിങ്ങൾ ഞങ്ങളോട് ഉണ്ടാവണം. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 8:39 ആയി. ഞങ്ങളിപ്പം ഇവിടെ ഏതാ സ്ഥലം? വടക്കാഞ്ചേരി. ഡിന്നറൊക്കെ കഴിക്കാൻ നിർത്തിയിരിക്കുക. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞ് ഒരു കാപ്പി കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്, എല്ലാവരും കയറണം. ഞങ്ങൾ പോകുന്ന വഴി കഴിക്കുക, സ്നാക്സ് ഒക്കെ മേടിച്ച് റെഡി ആയിട്ടിരിക്കുക. ഞങ്ങൾ ഫിലിം കണ്ടുകൊണ്ടിരിക്കുക, മേരി അവാസിനോ അഭിനയം കണ്ടു. റിവ്യൂ ആഫ്റ്റർ വാച്ചിങ് മൂവി. അങ്ങനെ ഞങ്ങൾ മേരി അവാസിനോ ഒക്കെ കണ്ട് കഴിഞ്ഞ് ഇരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി പടം. എനിക്ക് ജയസൂര്യയുടെ എല്ലാ പടവും ഭയങ്കര ഇഷ്ടമാണ്. ജയസൂര്യയുടെ ആക്ടിങ് തന്നെ മതിയല്ലോ. നല്ല സൂര്യസ 11 മണിക്ക് രാത്രി 11 മണിക്ക് ബസ്സിൽ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇനി ഞങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ. നാളെ കാണാം. ആൾക്കാർ പറയാൻ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന്. നമ്മുടെ അണ്ണൈ സരവണ ഭവൻ റൂംസിന്റെ നമ്മുടെ റൂം കാണാം. റൂം 110. ചെറിയ റൂമാ. ഒരു ചെറിയ ഡബിൾ റൂം അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 2500 തോന്നുന്നു. പക്ഷേ ഒരു ബേസിക് റൂം ആട്ടോ. നമ്മുടെ ഈ ഒരു വേളാങ്കണ്ണി ഏരിയ കിട്ടുന്ന ലോഡ്ജിനെക്കാട്ടിലും കുറച്ച് ബെറ്റർ ആണ്. അപ്പൊ നിങ്ങളൊരു ഡീസെന്റ് സ്റ്റേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് വെരി ഗുഡ് പ്ലേസ്. അപ്പൊ ഇവിടുന്ന് വെറും ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഉള്ളൂ. 10 മിനിറ്റ് അല്ല, 10 അടിയുള്ള പള്ളിയിലേക്ക്. ജസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് നടന്നാൽ മതി. ഒരു 10 സ്റ്റെപ്പ് അങ്ങോട്ട് നടന്ന ബീച്ച്. അപ്പൊ ഇത് ഭയങ്കര നല്ല ലൊക്കേഷൻ ആണ്, വളരെ ആക്സസിബിൾ ആണ്. പിന്നെ ഇവിടുന്ന് ആ ലൈനത്തിന് ഒരുപാട് ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ലോഡ്ജസ് ആണ്. ഇത് കുറച്ചുകൂടി ഒരു ഡീസെന്റ് സ്റ്റേ ആണ്. പിന്നെ ഇവിടെ അടിയിൽ തന്നെ മറ്റേ ശരണോന്റെ ഹോട്ടലുണ്ട്, നല്ല വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇവിടെ നൈസായിട്ട് ഇവിടെ നിൽക്കണോണ്ട് യാതൊരു പ്രശ്നമില്ല. വേറെ ഉറക്കപ്പിച്ചില്ല കേട്ടോ. അതെ, ഞാനും അപ്പൊ ഇങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി പോകണം. പക്ഷെ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ബസ്സിൽ വരുന്നേക്കാളും വളരെ നല്ലത് ട്രെയിനിൽ വരലാണ്. ഈ ബസ് എന്താ പറയുക, ഒരുപാട് നേരം ലാഗ് ചെയ്തു. ഇവര് 1 hour-ഓളം 6 മണിക്ക് രാവിലെ 6 മണിക്ക് എത്തണ്ടായിരുന്നു. ഇപ്പൊ 7:30 ആയി, 7:38 ആയി. 2 hours ഡിലേ. അപ്പൊ ബെറ്റർ ട്രെയിനിൽ വരണാണ്. ടയേർഡും ആവില്ല, ഒന്നും ആവില്ല. ഞങ്ങളിപ്പോ ഓൾറെഡി ഭയങ്കര ടയേർഡായിട്ട്. അഥവാ നിങ്ങൾ വീക്കെൻഡിൽ വരുവാണെങ്കിൽ സ്ലീപ്പർ എടുത്ത് വന്നാലും വേണ്ടില്ല, ഇങ്ങനെ ഇരുന്ന് അയ്യോ. ഓക്കെ, അപ്പൊ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് പള്ളി പോട്ടെ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഭയങ്കര കൺവീനിയന്റ് ആട്ടോ. തൊട്ട് ഒരു ഡോർ ഇങ്ങോട്ട് കടന്ന സരവണ ഭവന്റെ ഹോട്ടലിലെത്തും. ഇത് ശ്രീമു അല്ല കേട്ടോ, അണ്ണയ്യ. പക്ഷെ കുഴപ്പമില്ല, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. പ്യൂർ വെജ് വേറെ ഉണ്ടോന്ന് അറിയില്ല ഇവിടെ. പക്ഷെ ഇത് ഭയങ്കര കൺവീനിയന്റ് ആണ്, എല്ലാം അടുത്തടുത്താണ്. ഇതാണ് ബസിലിക്ക. ഞങ്ങൾ എന്തായാലും കയറി പ്രാർത്ഥിക്കട്ടെ. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല, കാര്യം നമ്മള് ഒരു ചർച്ച് സ്പേസ് ആണല്ലോ. മെഡിറ്റേഷൻ സെന്റർ, ആരാധന കേന്ദ്രം. ഇവിടെ വന്ന് നമുക്ക് ഇങ്ങനെ സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. ഇതാണ് മറ്റേ നേർച്ച നടക്കുന്ന സ്ഥലം. ആൾക്കാർ ഇവിടെ നേർച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ മുട്ടുകുത്തി ആ പള്ളി അങ്ങ് വരെ നടക്കും, അങ്ങ് അറ്റം തൊട്ട്. ആലോചിക്കാൻ പോലും പറ്റണില്ല പൊരി വെയിലത്ത്. അപ്പം ഒരുപാട് മിറക്കിൾസ് നടന്നിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ ഇത്. ഇവിടെ ആക്ച്വലി മാതാവ് ഒരു പാൽക്കാരന് പ്രത്യക്ഷപ്പെട്ട ഒരു ഇതുണ്ട്, കഥയുണ്ട് അല്ലേ. 16th സെഞ്ചുറിയിൽ പണ്ട് ഒരു പാൽക്കാരന് മാതാവും കുഞ്ഞും കൂടെ വന്നിട്ട് പാല് ചോദിച്ചു കുഞ്ഞിന് വേണ്ടിയിട്ട്. അങ്ങനെ മാതാവ് കൊടുത്തു. ആ പാലിങ്ങനെ പിന്നെ പുള്ളി വീട്ടിൽ പോയപ്പോഴത്തേക്ക് അതിങ്ങനെ കൂടിയിരിക്കുകയായിരുന്നല്ലേ, അങ്ങനെ ഒന്നും ഒരു സ്പോട്ടിലാണ് അവർ പള്ളി, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്പോട്ടിലാണ് അവർ ആ പള്ളി വെച്ചിരിക്കണേ. അതവിടെ കാണുകയും ചെയ്യും. ആ ഒരു സ്പേസ് കണ്ടോ, ആൾക്കാർ നോക്കുന്നുണ്ടോ?
മാതാവ് നിന്നത് വന്നത്. വന്നു മുതൽ ഇത് നമ്മുടെ പാൽക്കാരൻ്റെ പള്ളിയുടെ ഇപ്പുറത്തൊരു മരമുണ്ട് കേട്ടോ, ഒരു വലിയ മരം. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞ് അവിടെ ഓരോ ഇത് കെട്ടിയിടാം മരത്തിൻ്റെ ചുറ്റും. അത് മഞ്ഞൾ ചരടുണ്ട് കല്യാണം നടക്കാൻ, പിന്നെ പൂട്ടുണ്ട് വീട് പണി അങ്ങനത്തെ കാര്യങ്ങൾക്ക്, പിന്നെ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പിന്നെ ഇവർ ആൾരൂപം എല്ലാ പള്ളിയിലും പോലെ ആൾരൂപം പരിപാടിയുണ്ട്, ക്യാൻഡി പരിപാടിയുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുള്ള പള്ളി മരമാണിത്. പള്ളിമരം, ആൽമരം, എന്തോ ഒരു ടൈപ്പ് മരം ആണ് വേളാങ്കണ്ണി പള്ളിയിലെ മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി. നമുക്കിത് ഉള്ളിലേക്ക് പോകാം, ഉള്ളിലേക്ക് പോയി കാണാം. ഇതിനകത്താണ് മലയാളം മാസ് നടക്കുന്നത്. മലയാളം മാസ് നടക്കുന്നത് ഇവിടെ 9 o'clock കേട്ടോ, എല്ലാ ദിവസവും. വീക്ക് ഡേയ്സിന് 9 o'clock. മലയാളം മാസം അല്ല, ഓൾമോസ്റ്റ് എല്ലാ മാസം ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് മലയാളം മാസം ഇതിനകത്താണ്. ബാക്കി അപ്പറിലും ലോവർ ബസിലിക്കലും ആണ്. ഇതാണ് മോർണിംഗ് സ്റ്റാർ. ഭയങ്കര വലിയ ഒരു ചള്ളി പള്ളിയാണ്. പ്രാർത്ഥനക്കാരി. വേളാങ്കണ്ണി പള്ളിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞിലെ ഇവിടെ വന്നപ്പോൾ ഞാൻ നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ്. കുഞ്ഞിലെ എപ്പോഴും ചെറുപ്പത്തിൽ വന്നപ്പോഴത്തേക്ക് ഡാഡിയുടെയും മമ്മിയുടെയും കയ്യിൽ നിന്ന് ഓരോ ഇച്ചിരി നേരത്തൊക്കെ മിസ്സായി. എങ്ങനെ അവര് കണ്ടുപിടിച്ചെടുത്തു. എന്തായാലും കണ്ടുപിടിച്ചാണ് അവരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് പോയി. ശരിക്കും അടിപൊളിയല്ലേ. 62 അടി ഇതിന്റെ ടോട്ടൽ ഒരു 80 അടിയോളം ഉണ്ടാവും. അടിയിലത്തെ പെഡസ്റ്റൽ സേക്രഡ് ഹാർട്ട്, മോസ്റ്റ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. പരകളല്ലേ? ഞങ്ങൾ വൈകുന്നേരത്തെ ഈവനിങ് വാക്കിന് വേണ്ടി വൈകിട്ട് ചുമ്മാ ഇറങ്ങി ഇപ്പം ബീച്ചൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. ഞങ്ങൾ ആക്ച്വലി ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു. ഭയങ്കര ചൂടായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയപ്പോൾ ഒരു 5 മണി 5:30 ആയപ്പോൾ വീണ്ടും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നൈറ്റ് ആകുമ്പം പിന്നെയും പള്ളിയിൽ പോകും. അതുവരെ നമ്മളിങ്ങനെ ഈ ബീച്ച് പ്രദേശങ്ങളിൽ ഇതിൻ്റെ പള്ളിയിൽ സൈഡിലൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കും. ഈ ഏരിയ ഫുൾ ഷോപ്സ് ആട്ടോ. ഇങ്ങനെ കണ്ടാലും മുട്ട എടുത്ത് ആൾക്കാരും പോകണം. ഫുൾ ഷോപ്സ് ഈ ഏരിയയിൽ. എന്തായാലും നമുക്കൊരു ചിന്ന വാക്കിന് പോകും. ഇത് മറ്റേ ഇതല്ലേ അവരൊക്കെ ഇത് കണ്ടവര് ഹാർട്ട് അറ്റാക്ക് വന്നു. അല്ല മറ്റേ പെണ്ണ് ശരിക്കും ഇഷ്ടം പോലെ ഫുള്ള് കടലാണ്ടാ. ശ്രദ്ധിച്ചു നോക്കിയാൽ മുട്ടയടിച്ച മഞ്ഞ കുഞ്ഞുങ്ങളുടെ നില കാണും. സ്പെഷ്യാലിറ്റി ഇതാട്ടോ ബീച്ച് സൈഡില് ഇങ്ങനെ മീൻ കടകളൊക്കെ. ഹൈ ഫോൺ നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് മനസ്സിലായി കാണും. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുന്ന ഭയങ്കര ആകർഷണമാണ്. അപ്പം ഞാൻ മാങ്ങ കണ്ടിട്ടുണ്ട്, പൊട്ടാറ്റോ കണ്ടിട്ടുണ്ട്, കോൺ കണ്ടിട്ടുണ്ട്. പൊട്ടാറ്റോ സ്ഥലം ഞാൻ എവിടെ പോയാലും ഇത് കണ്ടുപിടിക്കും. നല്ല രസമുള്ളൂ. ഞാൻ ആദ്യമായിട്ട് വെച്ചത് മെറീന ബീച്ചിൻ്റെ അവിടെ, ചെന്നൈയിലെ മെറീന ബീച്ച്. ഭയങ്കര തിരക്ക്. ഇവിടെ 50 രൂപയേ ഉള്ളൂ. മേടിക്കരുതോ? ബീച്ചായിരുന്നു, നീ വന്ന സ്ഥിതിക്ക് ചന്തയായി. അയ്യോ ഈ വക നിലവാരം ഇല്ലാത്ത കോമഡി ഒന്നും ഈ കാലം ചെയ്യില്ല. കൈ ഓട്ട വായി ഓട്ട, കൈ ഓട്ട വായി ഓട്ട. പൈസ ഒരുപാട് വരും, ഒരുപാട് പോകും. സ്വന്തം മണ്ണ് നിറയെ ഉണ്ട്, പേർക്ക് தான் உண்டு. ஆனால் பிரச்சனை கிடையாது, விசுவாசம் கிடையாது. யாருக்கும் நடக்க செஞ்சாலும் விசுவாசம் கிடையாது. ஆனால் நீ ஆணா ஜனிச்சிருந்தா நாட்டுக்கே மந்திரியா இருந்தது. ஆனால் பெண்ணாக பிறந்தா பிரதாவுக்கு மகாலட்சுமி.
ஆனால் ஒரு குணத்தில் பார்வதி ஒரு குணத்தில் பத்ரகாளி. ஆனால் രണ്ടിലും ഭദ്രകാളിതാ. கையை கொண்ட ராசிக்கு பழைய வீடு இருந்தாலும் புதிய வீடு கொட்டாரம் கட்டும். வண்டி ஜோலி ஜோலி தம்பிக்கு கொண்ட ராசியில் நல்லா இருக்கும். கொச்சி கொச்சி 2 பையன் ஒரு பொண்ணு. 3 குழந்தைக்கு நீ பெற்றுக்கலாம். வேணுமெனா 3 இல்லாட்டா 2. ஆசைக்கு ஒரு பையன் ஆசைக்கு ஒரு பொண்ணு. கண்டம் தோஷம்லாம் இல்லை. ദിഷ്ടി ദോഷം കണ്ണ് ദോഷം ഒരുപാട് ഉണ്ട്. പറ്റിപ്പ് ഇങ്ങനെയുണ്ടാവും പറ്റിപ്പ്. അത് വിശ്വസിച്ചോണ്ടിരിക്കുന്ന മന്ദബുദ്ധി. പടം പറ്റി രാജാത്തിയാ വരുവാണ് അത് മുഖത്ത് അത് വരും ആ കൈ കാലം പിടിച്ച ദോഷം ഇതൊക്കെ ആ അതൊക്കെ നടുവിൽ പോണമാ നടുവിലുണ്ടോ വേണേ കുറച്ച് ഇറങ്ങിക്കോ കുഴപ്പമില്ല. எங்க ஐயாவுக்கு ஆசைக்கு ஒரு பையன் குட்டி ஆசைக்கு ஒரு பெண் குச்சி சூப்பரா இருக்கும். நல்லா வரைக்கும் கொச்சியோட வருவியா நல்லா இருக்கட்டும். அதே மாதிரி உனக்கு தொழில் பணம் காசு நிற்கும். அப்படியா? அதுக்கப்புறம் உனக்கு வெற்றிகாரும் செல்வாக்கா இருக்கும். நல்லது. ஓகே இந்த இது எந்த தோஷம் ഇതാട്ടോ മെയിൻ പള്ളി ബസിലിക്ക. ഈ സിനിമയിൽ കാണാറുള്ള മറ്റേ റെഡ് കുരിശില്ലേ കാണണം. നമ്മള് രാവിലെ കണ്ടോ ആൾക്കാർ മുട്ടത്തി പോണുണ്ടോ. ഇപ്പം വെയില് കുറവ്. ഇപ്പം ചെയ്യാൻ നല്ല ടൈമാണ്. പക്ഷെ ഇത് എത്ര ദൂരമാണെന്ന് അറിയോ. മാഡം നേരത്തെ പറഞ്ഞു എന്നെക്കാട്ടിലും നീളമുള്ള മെഴുതിരി കത്തിക്കാൻ പോവാ. അവിടെ എങ്ങനെ കത്തിക്കുന്നു കാണണം. എന്നെ കൊണ്ട് മുട്ട ഇതാക്കാനൊന്നും പറ്റില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നേർച്ചു. അപ്പോൾ ഇന്ന് നമുക്കിനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് പതുക്കെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയി അവിടുത്തെ സ്പെഷ്യൽ ഫുഡ്സൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ വ്ളോഗ് പതുക്കെ അവസാനിപ്പിക്കാം അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കപ്പലണ്ടി കഴിച്ച് റോഡിൽ കൂടെ നടക്കാൻ. കപ്പലണ്ടി കഴിച്ച് റോഡിൽ കൂടെ നടക്കാനേക്കാളും കൂടുതൽ ഇപ്പം അടുത്ത കപ്പലണ്ടി കൂടെ കാണുമ്പോൾ അവിടെ നിന്ന് മേടിക്കും അല്ലേ. വെറുതെ മേടിക്കും അവരെ സഹായിക്കും അല്ലേ. ജസ്റ്റ് മിസ് മോളെ കാപ്പലി പറഞ്ഞു. ഞങ്ങൾ കറങ്ങി ചുറ്റി ഇവിടെ തന്നെ എത്തി. ഇത് നമ്മൾ കുറച്ച് മുമ്പ് വന്ന് കണ്ട കടയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഉള്ളത് കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കട ഞങ്ങൾക്ക് തോന്നിയത് ഇതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കയറി ട്രൈ ചെയ്യട്ടെ. ഭാസ്കർ ഹോട്ടൽ. என்னென்ன இருக்கு அப்படியா? ഇവിടെ വേളാങ്കണ്ണിയിലെ ഭയങ്കര സീവ്യൂ റെസ്റ്റോറൻ്റ് ആണ് ഇത്. ഭാസ്കർ സീവ്യൂ. இந்த ஐட்டம்ஸ் எல்லாம் இருக்கா? இது என்னது? இது பால் சுறா, கெளுத்தி, கண்ணாடி பாறை, அயல, வஞ்சரம், சீலா, முழு சீலா. ഒരു അയില എടുത്തോ. ഒരു അയില ഫ്രൈ അയില. எல்லாம் சீ ஃபுட் தான். நீங்க பால் சுறா நல்லா இருக்கும். ഒരു പാൽ സുട ഒരു പാൽ സുടയും ഒരു അയില എടുത്തോ. പാൽ സുര. അയല, ഇത് ചെമ്മീൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഫ്രൈഡ് റൈസ് ഞാൻ ഇത് വെയിറ്റ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്തു. അത്യാവശ്യം കുറച്ച് എരിയുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര സൗണ്ട് ഉണ്ട്. ഓംലെറ്റ് ഉണ്ട്.
പാൽച്ചോറ് നോക്കി പാൽച്ചോറ് പാൽച്ചോറുടെ മലയാളം എന്താണോ? ഞാൻ അവരോട് അധികം എരി വേണ്ടെന്ന് പറഞ്ഞു. ചോറ് ചെമ്മീൻ കണ്ടിട്ട് കുറച്ച് ബെറ്റർ ആയിരിക്കും. കോമഡി എന്താണെന്ന് പറയുക, റൈസ് എരിയാണ്, ഇതെല്ലാം എരിയാണ്. ചെമ്മീൻ കുഴപ്പമില്ല, അത്ര ഗംഭീരം പറയണ്ട. എനിക്ക് ചെമ്മീൻ അത്രയും ഇഷ്ടമായില്ല. നോർമൽ ചെമ്മീൻ അതെ, ഭയങ്കര സംഭവം എന്ന് പറയുന്നില്ല, അങ്ങനെ കുഴപ്പമില്ല. വലിയ എക്സ്ട്രോർഡിനറി അല്ല, കഴിക്കാം, അത്രേ ഉള്ളൂ അല്ലേ? അതെ. എരിയാണ്, എരി സഹിക്കാൻ, എരി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കലക്കി ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആണ് തമിഴ്നാട്ടില് കലക്കിയും ഒരു ഡബിൾ ഓംലെറ്റും. കലക്കി ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സാധനം, നല്ല രസമുണ്ട്. അടിപൊളി കേട്ടാ. ഇവിടെ ഒരാൾ എറിയുന്ന, അവിടെ ഒരാൾ പിടിക്കുന്നത് കണ്ട. പള്ളിയുടെ ഫ്രണ്ടിലത്തെ ലൈൻ നോക്കി ഫുൾ മാർക്കറ്റുകളാണ്. നൈറ്റ് 10 മണിയായി കണ്ടോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഞങ്ങൾ വീണ്ടും കറങ്ങി ചുറ്റി ഇവിടെ തന്നെ എത്തി. ഫുഡ് അത്യാവശ്യം നല്ലതാട്ടോ. ഏരിയയിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹൈജീനും ഒക്കെ ഉള്ള, നീറ്റ്നെസ് ഒക്കെ ഉള്ള ഒരു ഹോട്ടലാണ് അത്. ബാക്കിയൊക്കെ ചെറിയ തട്ടുകട സെറ്റപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല, അതുകൊണ്ട് അവിടെ പോയി കഴിച്ചത്. സോ ഫുഡ് വലിയ കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ് നൈസ്, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. ഇച്ചിരി ഏരിയ ആയിരുന്നു, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ മുട്ടയൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും സംഭവം നല്ല രസമായിരുന്നു മൊത്തത്തിൽ. കാര്യം അവിടെ നല്ലൊരു ഉള്ളത് വെച്ച് നല്ല ബെറ്റർ പ്ലേസ് ആണ് കേട്ടോ. ഈ വേളാങ്കണ്ണിയിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് ഒക്കെ ദൂരെ പോകണം, അല്ലെ 25 കിലോമീറ്റേഴ്സ് ഒക്കെ ദൂരെ പോകണം. അല്ലാതെ ഈ ചുറ്റുവട്ടത്തൊന്നുമില്ല, പള്ളികളും ബീച്ചും മാത്രമേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഇനി നാളെ കാണാം. നാളെ ഇപ്പം നമ്മൾ മൈസൂരിൻ്റെ നടുക്കടലിൽ നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ കൊന്ത മേടിക്കാൻ വന്നിരിക്കും. രാവിലെ തന്നെ മുല്ലപ്പൂവും വെച്ച് തനി പാണ്ടികൾ പോലെ ഇറങ്ങിയിരിക്കുക. മുല്ലപ്പൂ വെക്കുന്ന പാണ്ടികളാണോ? പാണ്ടികൾ പിഴാക്ഷേപവും. ഇതെന്താ പ്രശ്നം എന്നറിയോ? മുല്ലപ്പൂ വെച്ചാലേ പെയിൻ വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ എല്ലാവരുടെയും നല്ല പെയിൻ ഉണ്ടാവും. പേന കാണും പറന്ന് വന്ന് തീർന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം വെക്കുള്ളൂ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്താണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ വേളാങ്കണ്ണി ട്രിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.